ഇതൊരു കള്ള സങ്കടമല്ലേടാ കുക്കുറു. ചെല്ല ചച്ചുക്കുട്ടി എടുത്ത് പോകോ. അവള് മണ്ടേ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നേരെ കുക്കുട്ടെ കിടക്കൂല. കൈയൊക്കെ വെച്ചുള്ള കിടപ്പുണ്ടോ? ചെല്ലടാ മുത്തേ. ഇല്ല കുത്തുവാനായിട്ടാ കണ്ട. അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണു പിടിച്ചേ. നമ്മുടെ പൊന്നല്ലേ പൊക്കോ കേട്ടോ. പോയി വാവും വെച്ചോ. ചേച്ചിക്കുട്ടി മണ്ടേ പോയിരിപ്പുണ്ട്. അല്ലെ ആ കൂടെ പോയിരുന്നു. പൊക്കോ ചെല്ലു മമ്മി പോട്ടെ. വാശി പിടിക്കല്ലേടാ കുട്ടുമോനെ. ഓന്തുവാവയാ അല്ലേ? ആണെന്നേ. കണ്ട രാവിലെ കുളി നീരാട്ടും ഒക്കെയാ. നോട്ടൊക്കെ ഉണ്ടോ? കുറുക്കൻ്റെ നോട്ടം. ഞാൻ ഇപ്പറ വന്നപ്പോൾ അവൻ അപ്പറേ. ശല്യം കൂടി ഇപ്പോൾ പോയി. ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യാവോ അല്ലേ? പോട്ടെ. ഇതിലെ ഓടി അങ്ങ് കയറുമ്പോഴേ സ്പീഡിന് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ ചവിട്ടി കയറേണ്ടി വരും കേട്ടോ. പതിയെ കയറിക്കോ. പൊക്കോ മണ്ടല്ലേ. ഇനി ഒറ്റ ഓട്ടമാണ്. ഇങ്ങോട്ട് നോക്കിയേ. എൻ്റെ ദൈവമേ. മാമുണ്ണണ്ടേടാ. അമ്മമ്മ വേണ്ട. ഇതേ കണ്ണൊക്കെ ചൂച്ചി അടക്കൊന്ന് കഴുകി കളയണ്ടേ. എന്നാ പണിയുള്ളത്? ഓട് പണിയില്ല പിന്നെ എന്നാ. ചെച്ചുകുട്ടിയെ വന്ന് മാമുണ്ടേ. കുണ്ടുപാപ്പേ നീ കുണ്ടുപാപ്പയാ? പോണോ? അമ്മമ്മ ഉണ്ടിട്ട്. ഞാൻ ബ്രെഡേലേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീം ഇട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. അതിപ്പോൾ ഏത് ഐസ്ക്രീമാണെങ്കിലും. ഇത് കണ്ടോ, ചോറുണ്ട് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന കിടപ്പാ. ഇന്ന് അവളും ഉണ്ടിട്ട് പോയി കേട്ടോ. വേണോ? ബ്രെഡിന് വേണ്ടി കിടക്കുന്ന കേട്ടോ. പുറത്തൊക്കെ കഴിക്കട്ടെ. വേണോ? പിന്നെ ശരിക്കും പിടിക്കും. കൊണ്ടിട്ടേ ഉള്ളൂ. വേണ്ടേ? ഇതെന്നെ ബ്രെഡ് പിടിച്ച് കടിച്ചോ കൊച്ചിനെ? ആ മുറുക്കയിൽ പിടിച്ചോണ്ടിരുന്ന് കഴിക്കുന്ന കഴിപ്പുണ്ടോ? ആഹാ,
അത്രയ്ക്ക് ഇഷ്ടമാണ്. എടാ ഇത് മൈദയുടെ പണ്ടാ ശരിക്കും. ഞാൻ പിന്നെ വെറുതെ ഐസ്ക്രീം കൂട്ടി കഴിക്കാൻ മേടിച്ചു എന്നേ ഉള്ളൂ. എന്നെ പാവമായിട്ടാണ് കഴിക്കണമെന്ന് നോക്കി. വേത് കഴിച്ചോ മമ്മി. ചേച്ചിക്കുട്ടിക്ക് പറഞ്ഞെടുത്ത് കൊടുക്കട്ടെ. ചേച്ചിക്കുട്ടി എവിടെ പോയി? മണ്ടേ പോയി കാണും. മണ്ടേ പോയി കാണും അല്ലേ? കൊച്ചു പോകുന്നുണ്ടോ മണ്ടയിൽ? ഞാൻ പോവാ. കൊച്ചും കഴിച്ചേ. കണ്ടോ, അവൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഒരു കുഞ്ഞു കഷ്ണം കൊടുത്തുള്ളേ. ഇല്ല, ചോറുണ്ട് വയറെന്ന് പറഞ്ഞോണ്ടായിരിക്കും കേട്ടോ. ചെയ്യുമ്പോൾ അത് കുക്ക് തന്നെ വന്നെടുക്കും നീ കഴിച്ചില്ലേൽ. എന്നാ ഒരു കുഞ്ഞു പീസ് കൂടെ എന്നിട്ട് മണ്ടേ പോയിരുന്നു കേട്ടോ. ഓ ആയിക്കോട്ടെ. ഓ ഈ തീറ്റ കാണാൻ തരുന്ന ടീച്ചരാമതി എങ്ങനെയാവോ. ഞാൻ പൊക്കട്ടെ. വെള്ളമൊക്കെ കുടിച്ചോ പോയി. കുടിച്ചോ കുടിച്ചോ. ഡെയിലി വെള്ളം മാറണം കേട്ടോ ആരായാലും. കാരണം ഇവരുടെ ഈ കിറിയിൽ നിന്ന് അണുക്കൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഡെയിലി എല്ലാ നേരവും മാറി അത്രയും നല്ലതാണ്. ഞാൻ പിന്നെ ഡെയിലി ഞാനിവിടെ നിന്ന് പള്ളി വെക്കുമ്പം അവർക്കൊരു പാത്രം വെള്ളം എടുത്ത് വെച്ചേക്കും കേട്ടോ. ഇനിയിപ്പം കൊച്ചു ആശാൻ കയറി പോവാ ബെഡ്റൂമിലേക്ക്. അവൻ തീറ്റയും കഴിഞ്ഞു പോയി. അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ.